നമ്മൾ ഒരിക്കലും പരാമർശിച്ച കാര്യമാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും അധികം ആയുസ്സുള്ള ഒപ്പം തന്നെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ജീവിക്കുന്ന ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് ബ്ലൂ സോൺസ് എന്ന് പറയുന്നത്. ലോകത്ത് പ്രധാനമായും 5 സ്ഥലങ്ങളെയാണ് ബ്ലൂ സോൺസ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. അവിടെയുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ സെഞ്ചുറിയൻസ്, 100 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന സ്ഥലം, ഒപ്പം തന്നെ അവർക്ക് ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും ഉണ്ട് എന്നുള്ള പ്രത്യേകത. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, കുറേ അധികം നാളുകൾ ജീവിച്ചിരുന്നുകൊണ്ട് കാര്യമില്ല, കുറേ സമ്പത്ത് മാത്രം ഉണ്ടായതുകൊണ്ടും കാര്യമില്ല, ഒപ്പം തന്നെ ആരോഗ്യം വേണം. ആരോഗ്യം എന്ന് പറയുമ്പോൾ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രം പോരാ, മൈൻഡും സ്പിരിറ്റും ബോഡിയും ഒരുപോലെ ഹെൽത്തി ആയിരിക്കുവാനായിട്ട് സാധിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് എന്ന് പറയുന്ന കോഴ്സ് ചെയ്തപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിരുന്നു, ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുക, പ്രശസ്തി ഉണ്ടാക്കുക, ഇൻഫ്ലുവൻസർ ആകുക എന്ന് മാത്രമല്ല, സന്തോഷവും ഒപ്പം തന്നെ മീനിങ് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ വശത്ത് ഞാൻ ഇക്കിഗായ് എന്ന് പറയുന്ന ആശയം ഒരു ഹാബിറ്റായി നിങ്ങൾക്ക് കോഴ്സായി ചെയ്യുന്നതിൻ്റെ കാരണം, അവിടെ കുറേ നാൾ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുക, ഒപ്പം തന്നെ സന്തോഷവും മീനിങ് ജീവിതത്തിൽ ഉണ്ടാക്കുക. ഈ 5 സ്ഥലങ്ങളിലെ കാര്യം പറയാൻ കാരണം, ഈ 5 സ്ഥലങ്ങളിലെ ആളുകൾക്ക് ആരോഗ്യവും സന്തോഷവും സമൃദ്ധിയും സംതൃപ്തിയും ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ടായിരുന്നു. അത് ഈ 5 സ്ഥലത്ത് മാത്രമല്ല, വേറെ കുറെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് കൂടി കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയാം. ഇപ്പൊ ഏതൊക്കെയാണ് 5 സ്ഥലങ്ങൾ, അവിടെയുള്ള ആളുകൾ ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇപ്പൊ ഏറ്റവും ആദ്യം ആയി നാം പറയുന്നത് ഒക്കിനാവ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെയാണ്. അതിനെക്കുറിച്ച് ഈ വീഡിയോയുടെ മുഖ്യ കാര്യങ്ങളും അങ്ങനെ കടന്നു പോകുന്നത്, അതിനെക്കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നില്ല. ഇപ്പോൾ ഒക്കിനാവ ഐലൻഡ് ജാപ്പാനീസിലെ ഒരു ഐലൻഡാണ്. ഒക്കിനാവയിൽ തന്നെ ഒഗീമി എന്ന് പറയുന്ന നോർത്തേൺ പാർട്ടിലാണ് ഏറ്റവും അധികം ആളുകൾ സെഞ്ചുറിയൻസ് ആയി ജീവിച്ചിരിക്കുന്നത്. 1,24.55 ആളുകളാണ് 100 വയസ്സിൽ മുകളിൽ പ്രായമുള്ള ആളുകൾ ജീവിക്കുന്നത്. പ്രായമുണ്ടെന്ന് മാത്രമല്ല, അവർക്ക് വളരെ സന്തോഷമാണ്, അവർക്ക് വളരെ ആരോഗ്യമുള്ള ആളുകളാണ്. അപ്പോൾ ഇവര് പൊതുവായിട്ട് ഈ ഭാഗത്തെ ആളുകൾ നാം കാണാൻ സാധിക്കുന്നത് റിച്ച് വെജിറ്റബിൾസ് ധാരാളമായി കൺസ്യൂം ചെയ്യുന്ന ആളുകളാണ് ഈ ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ. രണ്ടാമത്തെ കാര്യം, അവർ വളരെ ക്ലോസ് നിറ്റായി കമ്മ്യൂണിറ്റിയായി ബിലോങ്ങിനെസ്സിലൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഒക്കിനാവ ഐലൻഡിലെ ആളുകൾ. പിന്നെ നമ്മൾ പറയുന്നത് ഈ ഇക്കിഗായ് എന്ന ആശയം, ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ കണ്ടെത്തുകയും അത് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ സ്വഭാവം. ഈ രണ്ടാമത്തെ സമൂഹം എന്ന് പറയുന്നത് സാർദീനിയ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഒരു പ്രദേശമാണ്. അവിടെയാണ് ഏറ്റവും അധികം പ്രായമുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്നത്. എസ്പെഷ്യലി നുവോറോ അതുപോലെ ഒഗ്ലിസ്ട്ര എന്ന് പറയുന്ന 2 സ്ഥലങ്ങളിലെ അവിടെയാണ് ഏറ്റവും അധികം പ്രായമുള്ള സന്തോഷമുള്ള ആളുകളെ കാണുന്നത്. അപ്പോൾ ഇവരും വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുന്ന ആളുകളാണ്. രണ്ടാമത് അവർ വീക്ക്ലി 2-3 ഗ്ലാസ് വൈൻ, ചില ആൾക്ക് ഡെയിലി വൈൻ കഴിക്കുന്ന ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ ചിലർക്ക് സന്തോഷം തോന്നും. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ കാലാവസ്ഥയും എല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇരുന്ന് എല്ലാ ദിവസവും വൈൻ അടിക്കാമെന്ന് വിചാരിക്കുന്നത് ശരിയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും ഡോക്ടേഴ്സുമായി കൺസൾട്ട് ചെയ്യുക. മൂന്നാമത്തെ അവിടുത്തെ ഒരു പ്രത്യേകത പറയുന്നത് ക്ലോസ് നിറ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായും അവരുടെ കമ്മ്യൂണിറ്റികളുമായി നല്ല പോസിറ്റീവായ ഇൻട്രാക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാണ് ഈ സാർദീനിയയിലെ ആളുകൾ. ഇനി മൂന്നാമത്തെ പ്രദേശമാണ് ലോമ ലിൻഡ എന്ന് പറയുന്ന കാലിഫോർണിയയിലെ പ്രദേശം. അത് 7th ഡേ അഡ്വഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം കമ്മ്യൂണിറ്റിയാണ്. അവരും ഏറ്റവും അധികം സന്തോഷത്തോടെ കുറേ അധികം നാളുകൾ ജീവിച്ചിരുന്ന ആളുകളെ കാണപ്പെട്ട ഒരു സമൂഹമാണ്. ഇനി നാലാമത്താണ് അത് നിക്കോയ പെനിസുല, കോസ്റ്റക്കൽ പെനിസുലയാണ്. അവിടെയും ആളുകൾ വളരെ സന്തോഷത്തോടെ ജീവിക്കാനെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി 5ാമത്താണ് ഇക്കാരിയ എന്ന് പറഞ്ഞ ഗ്രീസിലെ ഒരു സമൂഹം. അവരും വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും വളരെയധികം നാളുകൾ ജീവിച്ചിരിക്കുന്നത് കണ്ടെത്തി. ഇനി എന്തുകൊണ്ടാണ് ബ്ലൂ സോൺസ് എന്ന് പറയാൻ കാരണമെന്ന് വീണ്ടും പറയുകയാണ്. ഒരു സ്ഥലത്തെ ആളുകൾ മാത്രം സന്തോഷത്തോടെ ജീവിക്കുന്നതിന്റെ കാരണം പഠിച്ചതുകൊണ്ട് കാര്യമില്ല. ഇത് കോമണായി നടപ്പാക്കാൻ സാധിക്കുന്ന കാര്യമാണെന്ന് അറിയേണ്ടത് ആവശ്യമാണ്. അതേ എന്നുള്ളതാണ് ഈ 5 സ്ഥലത്തെയും ആളുകൾ കോമണായി പ്രാക്ടീസ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് അറിയുക. ഞാൻ നേരത്തെ പറഞ്ഞു, അവിടുത്തെ വെള്ളം, അവിടുത്തെ വായു, അവിടുത്തെ പ്രത്യേക പഴങ്ങൾ അതൊന്നും അല്ലായിരുന്നു എന്ന് ഈ ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഈ പറയുന്ന ആരോഗ്യം സന്തോഷത്തോടുകൂടി ആരോഗ്യത്തോടുകൂടി കുറേ നാളുകൾ ജീവിച്ചിരിക്കാൻ സാധിക്കുമെന്ന് നാം ചിന്തിക്കേണ്ടത്. പൊതുവായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒന്ന് ഡയറ്റാണ്. ഡയറ്റിൽ അധികം വെജിറ്റബിൾസ് അല്ലെങ്കിൽ മീറ്റ് കുറച്ച് കഴിക്കാനുള്ള ശീലമാണ് ഈ മിക്ക സ്ഥലങ്ങളിലും കാണുന്നത്. അപ്പോൾ ഡയറ്റ് വളരെ പ്രധാനപ്പെട്ടാണ്. നാം കഴിക്കുന്ന ഭക്ഷണം അത് വളരെ കൃത്യമായി
നാം സൂക്ഷിക്കേണ്ടത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്, ഇവരെല്ലാവരും എക്സസൈസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് ഉള്ളവരായിരുന്നു. എക്സസൈസ് എന്ന് പറയുന്നത് ഹൈലി ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസ് അല്ല, പക്ഷേ മിനിമം ഒരു മൂവ്മെന്റ്സ്, നന്നായി മൂവ് ചെയ്യുന്ന അവരുടെ ബോഡി പാർട്സ് അല്ലെങ്കിൽ ജോയിൻസ് എല്ലാം മൂവ് ചെയ്യുന്നതിൽ കുറേ ദൂരം നടക്കുകയോ അതല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുമായി ധാരാളം ആക്ടിവിറ്റിയിൽ പങ്കാളികളാകുകയോ ചെയ്യുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്ന ഹാബിറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഒരു പർപ്പസ് ഉള്ളവരായിരുന്നല്ല. ഇതിനകത്ത് ചില സ്റ്റോറീസ് എല്ലാം കാണുവാൻ സാധിക്കും. സ്റ്റോറീസ് ഒക്കെ ഇടയ്ക്ക് ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. ഈ ആയുസോടെ ജീവിക്കുന്ന ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്തിനു ജീവിക്കണമെന്ന് ചോദിച്ചാൽ അവർക്കൊരു ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എന്തിനാണ് എഴുന്നേക്കുന്നത് ചോദിച്ചാൽ അവർക്ക് വ്യക്തവും കൃത്യമായ ഉത്തരമുണ്ടായിരുന്നു. ഇനി നാലാമത്തെ കാര്യമാണ് സോഷ്യൽ ടൈസ്. അവർക്ക് സമൂഹവുമായി നല്ല ബന്ധമുണ്ടായിരുന്നു. അവർ ആളുകളുമായി സംസാരിക്കുക, അവർ നല്ല ബന്ധങ്ങൾ നിലനിർത്തുക, ഒപ്പം വളരെ സോഷ്യലി ക്ലോസ് നിറ്റായ കമ്മ്യൂണിറ്റിയുടെ പാർട്ടായിരുന്നു ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കോമൺ ആയി കണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കാം. ഇനി ഒരിക്കൽ കൂടി പറയുകയാണ്, ഒരേ ഒരു ജീവിതമേ ഉള്ളൂ. ലൈഫ് ഈസ് ജസ്റ്റ് എ വൺ ടൈം ചാൻസ് അല്ലെങ്കിൽ വൺ ടൈം ഗിഫ്റ്റ് എന്ന് പറയും. അത് ആരോഗ്യമുള്ളതാക്കണോ അതെയോ ദുഃഖമുള്ളതാക്കണോ, വേദനയുള്ളതാക്കണോ, അതോ ആരോഗ്യവും സന്തോഷവും ദൈർഘ്യമുള്ളതായി തീർക്കണമോ എന്ന് നമുക്ക് ചിന്തിക്കാം. അതിന് വേണ്ടി നാം നമ്മുടെ സമയം ചെലവഴിക്കുകയും ഒപ്പം ഈ പുസ്തകത്തിലെ അല്ലെങ്കിൽ ഇക്കിഗായ ഹാബിറ്റ് ഫോളോ ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമുക്കത് സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.